ഹായ് ഡിയേഴ്സ്, ഇന്നിപ്പോൾ ഫെബ്രുവരി 14 ഒരു കുട്ടി മോർണിംഗ് വ്ളോഗാണ്. സന്തോഷവും സങ്കടവും ഒരുപോലുള്ള ഒരു ദിവസം കൂടിയാണല്ലേ ഇന്ന്. വാലന്റൈൻസ് ഡേയും ഒപ്പം നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ജീവൻ കൊടുത്ത ധീര ജവാന്മാരുടെ ഓർമ്മ ദിവസം കൂടിയല്ലേ ഇന്ന്. അപ്പോൾ ഈ നിമിഷം നമുക്ക് അവരെ കൂടെ ഓർക്കാം അല്ലേ. ചേട്ടായി അനിയനൊക്കെ വർക്കിന് പോകേണ്ടത് കൊണ്ട് രാവിലെ തന്നെ പാചക പരിപാടികളൊക്കെ തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ രണ്ടുപേരുമായിട്ട് ചായയൊക്കെ കുടിച്ച് കുറച്ച് സമയം സിറ്റ് ഔട്ടിലൊക്കെ ഇരുന്ന് തിരക്ക് പിടിച്ചുള്ള ഓട്ടത്തിനൊക്കെ ഇടയിൽ വല്ലപ്പോഴും മാത്രമാണ് രാവിലെ ഇതുപോലെയൊക്കെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ചായ കുടിക്കാനൊക്കെ പറ്റുന്നത്. നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലിയും ചമ്മന്തി ആയിരുന്നേ. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ പരിപാടി ചേട്ടയ്ക്കുള്ള ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യലാണ്. എല്ലാം ഇങ്ങനെ കെട്ടിപ്പൊതിഞ്ഞ് കൊടുത്തു വിട്ട് കഴിയുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പിള്ളേരെ സ്കൂളിൽ വിടുന്ന അമ്മമാരുടെയൊക്കെ ഒരു നിർവൃതിയില്ലേ, അതാണ് എനിക്കും തോന്നുന്നത്. അപ്പോൾ ഇന്ന് വാലന്റൈൻസ് ഡേ ആയിട്ട് ഒരു മധുരം കൊടുത്തില്ലെങ്കിൽ എങ്ങനെയാണെന്ന് ഓർത്ത് തലേ ദിവസം തന്നെ ഞാൻ ഒരു ഡയറി മിൽക്കൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നേ. ജോലിക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ പോകല്ലേ, ഒരു സാധനം തരാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി കൊടുത്തതാണ്. എപ്പോഴേ ചോദിക്കുന്നുണ്ട് എന്തോ ഒരു ഉടായ്പുണ്ടല്ലോ എന്നൊക്കെ. അപ്പോൾ മുഖം കണ്ടാലേ അറിയാൻ ചേട്ടൻ എന്തായാലും ഹാപ്പി ആയിട്ടുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ ഞാനും ഡബിൾ ഹാപ്പി ആയി. ചേട്ടയ്ക്ക് അങ്ങനെ മധുരമൊന്നും അധികം ഇഷ്ടമല്ല, പക്ഷേ ഈ നട്ട്സ് ഉള്ള മിഠായികളൊക്കെ ആണെങ്കിൽ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഡയറി മിൽക്ക് വാങ്ങിയപ്പോൾ നട്ട്സ് ഉള്ളത് നോക്കിയായിരുന്നു വാങ്ങിച്ചത്. ജോലിക്ക് പോകുന്നതിന് മുന്നേ തന്നെ അതിൽ നിന്ന് കുറച്ചൊടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്ത് വിഷസൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. എനിക്കൊരു ഇഞ്ചി മിഠായി പോലും കിട്ടിയില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. പിന്നെ ആഴ്ചയിൽ 7 ദിവസത്തിൽ 5 ദിവസവും പല പല മിഠായികളായിട്ട് ഇടയ്ക്ക് കിട്ടാറുള്ളത് കൊണ്ട് ഞാനതങ്ങ് ക്ഷമിച്ചേ. മിഠായി കിട്ടാൻ വാലന്റൈൻസ് ഡേ ആകണമെന്നില്ലല്ലോ അല്ലേ. അങ്ങനെയൊക്കെ ആശ്വസിക്കാം. ടാറ്റാ.